സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഷൊർണൂർ നഗരസഭയിൽ SDPI പിന്തുണയുള്ള സ്ഥാനാർത്ഥിയും ജയിച്ചു. കണ്ണൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് SDPI തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയത്. രണ്ടാമത് തവണ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിക്കാൻ അവർക്കാവുകയും ചെയ്തു. കണ്ണൂർ നഗരസഭയിലെ 14-ാം വാർഡായ പത്താനക്കോട്ട് സൗത്തിലാണ് SDPI സ്ഥാനാർത്ഥി സുഫീറ വിജയിച്ചത്. LDF പാളയത്തിലുണ്ടായിരുന്ന INLന്റെ സിറ്റിംഗ് സീറ്റായ ഇവിടെ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് SDPI വിജയം നേടിയത്. UDFിലുള്ള ഔദ്യോഗിക INLനാണ് 2-ാം സ്ഥാനം. 48 വോട്ടിനായിരുന്നു സുഫീറയുടെ വിജയം. സ്വന്തം പാർട്ടിക്കാർ കാലുവാരിയെന്ന ആരോപണവുമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തിയത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറക്കുകയും ചെയ്തു. തീരെ പ്രവർത്തിക്കാൻ എന്റെ കൂടെ ആരും വന്നില്ലായിരുന്നു. വെറും സ്ത്രീകൾ മാത്രം 2 പേര് മാത്രമായിട്ടാണ് പ്രവർത്തിച്ചൊരു വാർഡാണത്. കാരണം എല്ലാ ജനങ്ങളും കണ്ടു വിശ്വസിക്കുന്നത് നിങ്ങളുടെ വോട്ടുകൾ മറിച്ചാണ്. എത്രത്തോളം വോട്ടുകൾ മറിച്ചു? 100-ൽ കൂടുതൽ മറിച്ചെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് മെമ്പർ വോട്ട്, മറ്റുള്ള വോട്ടല്ല, മെമ്പർ വോട്ട്, വ്യക്തിപരമായ വോട്ടെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മെമ്പർ വോട്ട് എവിടെ പോയിന്ന് അറിയണം, അത്രയേ ഉള്ളൂ. ഷൊർണൂർ നഗരസഭയിലെ 16-ാം വാർഡിൽ 80 വോട്ടുകൾക്കാണ് SDPI പിന്തുണയുള്ള ബീന ജയിച്ചത്. ഇവിടെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായി. തൊടുപുഴ നഗരസഭയിലെ 19-ാം വാർഡിലായിരുന്നു SDPIയുടെ ഏറ്റവും വലിയ വിജയം. 129 വോട്ടുകൾക്കാണ് സുബൈദ വിജയിച്ചത്. ഇടതുമുന്നണി ഇവിടെയും 3-ാം സ്ഥാനത്തായി. പത്തനംതിട്ട നഗരസഭയിലും SDPIയുടെ സാന്നിധ്യമുണ്ടായി. 13-ാം വാർഡിൽ ശൈലജയാണ് SDPIക്ക് ജയം സമ്മാനിച്ചത്. 15 വോട്ടുകൾക്കായിരുന്നു ശൈലജയുടെ ജയം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതിയിലും SDPIയുടെ സാന്നിധ്യമുണ്ടാവും. 7-ാം വാർഡിലാണ് SDPI മഞ്ചേശ്വരത്ത് ജയിച്ചത്. SDPI ജയിച്ചിടത്തെല്ലാം ഇടതുമുന്നണി 3-ാം സ്ഥാനത്തായി എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. LDFന്റെ അഹങ്കാരത്തിനേറ്റ മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന്